പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നാം പരിചയപ്പെടുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2ാം യൂണിറ്റിൽ നിന്നുള്ള 3ാം ചാപ്റ്ററായ ഡെത്ത് ദ ലെവലർ എന്ന കവിതയുടെ വളരെ വിശദമായിട്ടുള്ള ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നാം പരിചയപ്പെടുന്നത്. ഇതിനു മുമ്പെയുള്ള ഓരോ ചാപ്റ്ററുകളുടെയും വളരെ വിശദമായിട്ടുള്ള സമ്മറിയും അതുപോലെ തന്നെ ആ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷകളിൽ സാധാരണയായിട്ട് ചോദിക്കാറുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അടങ്ങിയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ മൈ ഇംഗ്ലീഷ് ക്ലാസ് എന്ന ഈ ഒരു ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഡീഡ്സ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. ഗുഡ് ഡീഡ്സ് വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ. ഹിയർ ഈസ് എ പോം വിച്ച് ടെൽസ് അസ് അബൌട്ട് ദ ഗ്ലോറി ഓഫ് ഡീഡ്സ്. റീഡ് ഓൺ. ഡീഡ്സ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. ഇറ്റ്സ് എൻ ഇഡിയം, അതായത് ഇതൊരു ഭാഷാ പ്രയോഗമാണ്. ഡീഡ്സ് മീൻസ് ആക്ഷൻസ്, അതായത് പ്രവർത്തികൾ, നാം ചെയ്യുന്ന പ്രവർത്തികൾ. ദെൻ വേർഡ്സ്, വേർഡ്സ് മീൻസ് വാക്കുകൾ, അതായത് നാം സംസാരിക്കുന്ന കാര്യങ്ങൾ. ദെൻ ഡീഡ്സ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. നാം സംസാരിക്കുന്ന കാര്യങ്ങളെക്കാളൊക്കെ അധികം പ്രാധാന്യം അർഹിക്കുന്ന കാര്യം അതാണ് നാം ചെയ്യുന്ന പ്രവർത്തികൾ. അതായത് വാട്ട് വൺ ഡസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വാട്ട് ദേ സേ. ഒരാൾ പറയുന്ന കാര്യത്തിനേക്കാളൊക്കെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികൾ. അതായത് നമ്മുടെ പ്രവർത്തികളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമ്മുടെ പ്രാധാന്യം അർഹിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ, നാം ഒരു പ്രവൃത്തി ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ആ ഒരു പ്രവൃത്തി നാം നേരത്തെ തന്നെ ചെയ്യുന്നത്. ഗുഡ് ഡീഡ്സ് വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ. ഗുഡ് ഡീഡ്സ് മീൻസ് നല്ല പ്രവർത്തികൾ, അതായത് സൽപ്രവർത്തികൾ, നാം ചെയ്യുന്ന നല്ല പ്രവർത്തികൾ. വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ, അത് എക്കാലവും ഓർമ്മിക്കപ്പെടും. അതായത് നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ, സൽപ്രവർത്തികൾ, അത് എക്കാലവും ജനങ്ങൾ ഓർമ്മിക്കും. ഹിയർ ഇസ് എ പോം വിച്ച് ടെൽസ് അസ് അബൌട്ട് ദ ഗ്ലോറി ഓഫ് ഡീഡ്സ്. നമുക്കിവിടെ ഒരു കവിത പഠിക്കാനുണ്ട്. ആ ഒരു കവിത എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ടെൽസ് അസ് അബൌട്ട് ദ ഗ്ലോറി ഓഫ് ഡീഡ്സ്. ഗ്ലോറി, ഗ്ലോറി മീൻസ് മഹത്വം. ഓഫ് ഡീഡ്സ്, പ്രവർത്തികൾ. അപ്പോൾ പ്രവർത്തികളുടെ മഹത്വത്തെക്കുറിച്ചാണ് ഈ ഒരു കവിത നമ്മോട് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന പ്രവർത്തികളുടെ മഹത്വത്തെക്കുറിച്ചാണ് ഈ ഒരു കവിത നമ്മോട് പറയുന്നത്. ഓക്കെ, കവിതയിലേക്ക് പ്രവേശിക്കാം. ഡെത്ത് ദ ലെവലർ. ഡെത്ത് മരണം. ലെവലർ, ലെവലർ മീൻസ് ഈക്വലൈസർ, അതായത് സമമാക്കുന്നയാൾ. അതായത് മരണം സമമാക്കുന്നയാൾ, അതല്ലെങ്കിൽ തുല്യമാക്കുന്നയാൾ. ഇറ്റ്സ് എ പോം റിട്ടൺ ബൈ ജെയിംസ് ഷേർലി. ജെയിംസ് ഷേർലി എഴുതിയിട്ടുള്ള ഒരു കവിതയാണിത്. ജെയിംസ് ഷേർലി ഈസ് എ ഫേമസ് ഇംഗ്ലീഷ് പോയറ്റ്. പ്രശസ്തനായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് കവിയാണ് ജെയിംസ് ഷേർലി. ഓക്കെ, നമുക്ക് കവിതയിലേക്ക് പ്രവേശിക്കാം. The glories of our blood and state are shadows, not substantial things. There is no armor against fate. Death lays his icy hand on kings. Scepter and crown must tumble down, and in the dust be equal made with a poor crooked scythe and spade. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സ്റ്റാൻസയിൽ നമുക്ക് പ്രയാസം തോന്നിയേക്കാവുന്ന വേർഡുകളുടെ മീനിങ് ഒന്ന് പരിശോധിക്കാം. ഫസ്റ്റ് ലൈൻ, ഗ്ലോറി. ഗ്ലോറി മീൻസ് ഗ്രേറ്റ്നെസ്, അതായത് മഹത്വം. ദെൻ ബ്ലഡ്. ബ്ലഡ് നമുക്കറിയാം, രക്തം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ബ്ലഡ് റിലേഷൻ, രക്തബന്ധം, അതല്ലെങ്കിൽ ഫാമിലി, അതായത് കുടുംബം, കുടുംബ പാരമ്പര്യം എന്നൊക്കെ പറയാം. ദെൻ സ്റ്റേറ്റ്. സ്റ്റേറ്റ് മീൻസ് പൊസിഷൻ ഓർ സ്റ്റാറ്റസ്, അതായത് നമ്മുടെ പദവികൾ, നമ്മുടെ ജീവിതത്തിൽ നാം വഹിക്കുന്ന പദവികൾ. അതായത് ചിലപ്പോൾ പ്രധാനമന്ത്രി ആയേക്കാം, അതല്ലെങ്കിൽ കലക്ടർ ആയേക്കാം, ദെൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയേക്കാം, തുടങ്ങി നാം ജീവിതത്തിൽ നാം വഹിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള പദവികൾ. സെക്കൻഡ് ലൈൻ, ഷാഡോ. ഷാഡോ മീൻസ് ഷെയ്ഡ്, നിഴൽ. ദെൻ സബ്സ്റ്റാൻഷ്യൽ. സബ്സ്റ്റാൻഷ്യൽ മീൻസ് കോൺക്രീറ്റ് ഓർ റിയൽ, അതായത് യഥാർത്ഥമായ, ഉറപ്പുള്ള. ദെൻ തേർഡ് ലൈൻ, ആർമർ. ആർമർ മീൻസ് പ്രൊട്ടക്ഷൻ ഷീൽഡ്, പടച്ചട്ട, അതായത് യുദ്ധങ്ങളിലൊക്കെ പടയാളികൾ ഉപയോഗിക്കാറുള്ള പടച്ചട്ട. ദെൻ ഫേറ്റ്. ഫേറ്റ് മീൻസ് ഡെസ്റ്റിനി ഓർ ഫൈനൽ ഡെസ്റ്റിനി, അതായത് നമ്മുടെ വിധി, അതായത് ഡെത്ത് ഉദ്ദേശിക്കുന്നത് മരണം. ദെൻ ഫോർത്ത് ലൈൻ, ലേ. ലേ മീൻസ് പുട്ട് ഓർ പ്ലേസ്, അതായത് വെക്കുക. ദെൻ ഐസി ഹാൻഡ്. ഐസി തണുത്ത. ദെൻ ഐസി ഹാൻഡ് മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കരുണയില്ലാത്ത കൈ, അതല്ലെങ്കിൽ അൺഫ്രണ്ട്ലി ഹാൻഡ്, കരുണയില്ലാത്ത എന്നൊക്കെ പറയാം. ദെൻ ഫിഫ്ത്ത് ലൈൻ, scepter. Scepter means
ദ ഓർണമെൻ്റൽ റോഡ് ഓഫ് എ കിങ്, രാജാവിൻ്റെ അടുത്തുള്ള ഒരു ആലങ്കാരികമായിട്ടുള്ള ഒരു ദണ്ട്. ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് പവർ, ഇത് അധികാരത്തിൻ്റെ ഒരു അടയാളമാണ്, അതായത് ചെങ്കോൽ. ദെൻ ക്രൗൺ, ക്രൗൺ മീൻസ് കിരീടം. സെപ്റ്റർ ആൻഡ് ക്രൗൺ മീൻസ് ചെങ്കോലും കിരീടവും. ദെൻ സിക്സ്ത് ലൈൻ, ടംബിൾ ഡൗൺ. ടംബിൾ ഡൗൺ മീൻസ് ടു ഫാൾ ഡൗൺ, അതായത് നിലം പൊത്തി വീഴുക. ദെൻ ഡസ്റ്റ്, ഡസ്റ്റ് മീൻസ് പൗഡർ, അതിൽ പൊടി, അതല്ലെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മണ്ണ്. ദെൻ ദ ലാസ്റ്റ് ലൈൻ, ക്രൂക്ഡ്. ക്രൂക്ഡ് മീൻസ് നോട്ട് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ ഓർ ബെൻഡ് ഓർ ട്വിസ്റ്റഡ്, അതായത് വളഞ്ഞ, നേരെ അല്ലാത്ത, വളഞ്ഞ. ദെൻ സൈത്ത്, സൈത്ത് മീൻസ് സിക്കിൾ, അതായത് അരിവാൾ. ദെൻ സ്പേഡ്, സ്പേഡ് മീൻസ് തൂമ്പ, കൈക്കോട്ട്. ഓക്കെ, ഇത്രയും വേർഡുകളായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രയാസം തോന്നിയേക്കാവുന്ന വേർഡുകൾ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സ്റ്റാൻസയുടെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ വിവരിക്കാം. ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ്. ഗ്ലോറി, മഹത്വങ്ങൾ, ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ്, നമ്മുടെ രക്തബന്ധത്തിൻ്റെയും അതല്ലെങ്കിൽ കുടുംബ പാരമ്പര്യത്തിൻ്റെയും, ആൻഡ് സ്റ്റേറ്റ്, അതുപോലെ തന്നെ നമ്മുടെ പദവികളുടെയും, അതായത് നമ്മുടെ പദവികളുടെയും അതുപോലെ തന്നെ നമ്മുടെ കുടുംബ പാരമ്പര്യത്തിൻ്റെയും ഗ്ലോറീസ്, മഹത്വങ്ങളെല്ലാം ആർ ഷാഡോസ്, അതെല്ലാം നിഴലുകളാണ്. അതായത് നാം ഏത് കുടുംബത്തിലാണോ, ഏത് ഉന്നതമായിട്ടുള്ള കുടുംബത്തിലാണോ ജനിച്ചിട്ടുള്ളത്, ആ ഒരു കുടുംബ മഹിമയും, നമ്മുടെ കുടുംബ മഹിമയും, അതുപോലെ തന്നെ നമ്മുടെ പദവികൾ, നമ്മുടെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ കളക്ടർ ആയേക്കാം, പ്രൈം മിനിസ്റ്റർ ആയേക്കാം, ചീഫ് മിനിസ്റ്റർ ആയേക്കാം, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയേക്കാം, തുടങ്ങി ഇട്ടുള്ള പദവികൾ, അവയെല്ലാം നിഴലുകളാണ്. അതായത് ഏത് സമയവും അവ ഇല്ലാതായേക്കാം, അപ്രത്യക്ഷമായേക്കാം. നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്, അവയൊന്നും സബ്സ്റ്റാൻഷ്യൽ, കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, അതായത് യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളല്ല, ഏത് സമയവും അവ അപ്രത്യക്ഷമായേക്കാം. അതായത് ദ ഗ്രേറ്റ്നെസ് ഓഫ് അവർ ഫാമിലി, അവർ പൊസിഷൻസ്, സ്റ്റാറ്റസ്, അച്ചീവ്മെൻറ്റ്സ് ആർ ടെമ്പററി. നമ്മുടെ കുടുംബ മഹിമയും നമ്മുടെ പൊസിഷൻ, നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ പദവികളും, ദെൻ അച്ചീവ്മെൻറ്റ്സ്, നമ്മുടെ നേട്ടങ്ങളും, അതെല്ലാം താൽക്കാലികമാണ്, ടെമ്പററി, താൽക്കാലികമാണ്. ദേ ആർ നോട്ട് കോൺക്രീറ്റ് തിങ്സ്, അവയൊന്നും ഒരിക്കലും യാഥാർത്ഥ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഉറച്ച കാര്യങ്ങളല്ല. ഓൾ ഓഫ് ദം വിൽ ഡിസപ്പിയർ എനി ടൈം ലൈക്ക് ഷാഡോസ്, അവയെല്ലാം ഏത് സമയവും ഇല്ലാതായേക്കാം, അപ്രത്യക്ഷമായേക്കാം, ഏതുപോലെ, ലൈക്ക് ഷാഡോസ്, നിഴലുകളെപ്പോലെ. നെക്സ്റ്റ് ലൈൻ, ദർ ഈസ് നോ ആർമർ അഗെയിൻസ്റ്റ് ഫേറ്റ്. വിധിക്കെതിരെ പോരാടാൻ, അതല്ലെങ്കിൽ മരണത്തിനെതിരെ പോരാടാൻ ഒരു പടച്ചട്ടയും ഇല്ല. അതായത് യുദ്ധങ്ങളിലും മറ്റും ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കാൻ ഒരു പക്ഷേ നമ്മുടെ പടച്ചട്ടക്ക് സാധിച്ചേക്കാം. എന്നാൽ മരണം നമ്മെ പിടിക്കാൻ വരുന്ന സമയത്ത് ഒരു പടച്ചട്ടക്കും അതിനെ തടയാൻ, മരണത്തെ തടയാൻ സാധിക്കില്ല. നത്തിങ് ക്യാൻ പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ഡെസ്റ്റിനി. വിധിക്കെതിരെ പോരാടാൻ ഒരു പടച്ചട്ടക്കും ഒന്നിനും സാധ്യമല്ല. അതായത് നോ വൺ ക്യാൻ സ്റ്റോപ്പ് ഡെത്ത്. ആർക്കും മരണത്തെ തടയാൻ സാധിക്കില്ല. ഡെത്ത് കംസ് ടു ഓൾ. മരണം എല്ലാവരിലേക്കും കടന്നു വരും. The armor may protect a soldier from attack. ഒരു പക്ഷേ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് ഒരു പടയാളിയെ സംരക്ഷിക്കാൻ ഒരു പടച്ചട്ടക്ക് സാധിച്ചേക്കാം. ബട്ട് ഇറ്റ് ബിക്കംസ് പവർലെസ് ഇൻ ഫ്രണ്ട് ഓഫ് ഡെത്ത്. എന്നാൽ മരണത്തിന് മുമ്പിൽ ആ ഒരു പടച്ചട്ടയും പവർലെസ്, അശക്തനാകുന്നു, ശക്തിയില്ലാത്തതാകുന്നു. നോ വെപ്പൺ വിൽ പ്രൊട്ടക്റ്റ് അസ് ഫ്രം ഡെത്ത്. മരണത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കാൻ ഒരു പടച്ചട്ടക്കും സാധിക്കില്ല. ഓക്കെ, ഇവിടെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മുടെ പരീക്ഷകളിൽ നാം പഠിച്ചിട്ടുള്ള ഏതെങ്കിലും കവിതയിലെ 4 വരികൾ തരികയും 4 ലൈനുകൾ തരികയും അവ എക്സ്പ്ലെയിൻ ചെയ്യാനുമായിരിക്കും ഒരു ചോദ്യം ഉണ്ടായിരിക്കുക. അപ്പോൾ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ നെക്സ്റ്റ് ലൈൻ, ഡെത്ത് ലേസ് ഈസ് ഐസി ഹാൻഡ് ഓൺ കിങ്സ്. മരണം അതിൻ്റെ തണുത്ത കൈ, അതല്ലെങ്കിൽ കരുണയില്ലാത്ത കൈ രാജാവിൻ്റെ മേലിലും വെക്കുന്നു. അതായത് രാജാവും മരണപ്പെടുന്നു. നമുക്കറിയാം, ഒരു സൊസൈറ്റിയിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു പൊസിഷനാണ് രാജാവിൻ്റേത്. അപ്പോൾ രാജാവ് മരണപ്പെടുന്നു മീൻസ് എത്ര ഉന്നതമായിട്ടുള്ള പൊസിഷനുള്ള ആളും മരണപ്പെടും. ഹ്യൂമൻ ഗ്ലോറി കാൺ പ്രൊട്ടക്റ്റ് എനിവൺ ഫ്രം ദ ഡെത്ത്, ഈവൻ ദ കിങ്സ്. എത്ര ഉന്നതനായിട്ടുള്ള ഒരാളാണെങ്കിലും മരണത്തിൽ നിന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ആ ഒരു പദവിക്കൊന്നും സാധിക്കില്ല. ഈവൻ ദ കിങ്സ്, രാജാവിനെ പോലും ആ ഒരു മരണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ആ ഒരു പദവിക്ക് സാധിക്കില്ല. അതായത് ഡെത്ത് ഡസൻറ്റ് ഷോ എനി അഫെക്ഷൻ വിത്ത് എനി വൺ. മരണം ആരോടും ഒരു അടുപ്പവും കാണിക്കില്ല. ഡെത്ത് ഈസ് എൻ അൺഫ്രണ്ട്ലി തിങ്. മരണം ഒരു കരുണയില്ലാത്ത ഒരു സാധനമാണ്, ഒരു കാര്യമാണ്.
Then what will happen if death lays its icy hand on kings? അങ്ങനെ മരണം അതിൻ്റെ കരുണയില്ലാത്ത കൈ രാജാവിന് മേൽ വെക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? Scepter and crown must tumble down. രാജാവിൻ്റെ ചെങ്കോലും കിരീടവും നിലംപൊത്തി വീഴും. And in the dust be equal made. മണ്ണിൽ വെച്ച് തുല്യമാക്കപ്പെടും. എന്തുമായിട്ട് തുല്യമാക്കപ്പെടും? With a poor crooked scythe and spade. പാവപ്പെട്ടവരുടെ പ്രതീകങ്ങളായിട്ടുള്ള അരിവാളിനൊപ്പവും അതുപോലെ തന്നെ തൂമ്പക്കൊപ്പവും സമമാക്കപ്പെടും. അതായത് ഉന്നതമായിട്ടുള്ള ഉയർന്ന പദവിയിലുള്ള ആളുകളും അതുപോലെ തന്നെ താഴെ തട്ടിലുള്ള ആളുകളും എല്ലാവരും മണ്ണിൽ വെച്ച് തുല്യരാകപ്പെടും. Here, scepter and crown stand for king and power. ഇവിടെ scepter and crown അതായത് ചെങ്കോലും കിരീടവും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജാവിനെയും അതുപോലെ തന്നെ രാജാവിൻ്റെ അധികാരത്തെയുമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ scythe and spade are the tools of workers. തൂമ്പയും അതുപോലെ തന്നെ അരിവാളും ജോലിക്കാരുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ടൂൾസാണ്, ഉപകരണങ്ങളാണ്. Those symbolize ordinary people. അവ കാണിക്കുന്നത്, അതായത് അരിവാളും തൂമ്പയും കാണിക്കുന്നത് സാധാരണക്കാരെയാണ് അത് സിംബലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 4 ലൈനുകളിലായിട്ട് കവി ഉദ്ദേശിക്കുന്നത് when death touches a king, the power and his glory will fall down. മരണം രാജാവിനെ ടച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മരണം രാജാവിനെ പിടിക്കപ്പെടുന്ന സമയത്ത് രാജാവിൻ്റെ അധികാരവും അദ്ദേഹത്തിൻ്റെ മഹത്വവുമെല്ലാം അധപതിക്കും, നഷ്ടപ്പെടും. Death doesn't differentiate the king or a farmer. രാജാവിനോടോ അതല്ലെങ്കിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനോടോ മരണം ഒരിക്കലും ഒരു വിവേചനവും കാണിക്കില്ല. അതായത് മരണത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. രാജാവും കർഷകരും, അതായത് എത്ര ഉന്നതങ്ങളായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ എത്ര താഴ്ന്ന ആളുകളും മരണത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. അതായത് എത്ര ഉയർന്ന പദവിയിലുള്ള ഒരു രാജാവും എത്ര ഉന്നതങ്ങളിലുള്ള ആളുകളും മരണത്തോടുകൂടെ സാധാരണക്കാരുടെ അതേ നിലയിലെത്തും. മരണത്തോടുകൂടെ മണ്ണിൽ വെച്ച് എല്ലാവരും തുല്യരാക്കപ്പെടും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു 1ാം സ്റ്റാൻസയിലൂടെ മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊന്ന് വിശദീകരിക്കാം. In the first stanza of this poem, the poet says that our earthly glories, such as greatness of our family and position, are like shadows. നമ്മുടെ കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പദവിയുടെയും മഹത്വങ്ങളെല്ലാം നിഴലുകൾ പോലെയാണ്. They are not existing things. അവയൊന്നും നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. They don't last and will disappear any time. ഒരിക്കലും അവയൊന്നും ദീർഘകാലം നീണ്ടു നിൽക്കില്ല. ഏത് സമയവും അവ ഇല്ലാതായേക്കാം. അതായത് നമ്മുടെ കുടുംബ പാരമ്പര്യവും അതുപോലെ തന്നെ നമ്മുടെ പദവിയുടെയും മഹത്വങ്ങളെല്ലാം ഏത് സമയവും നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. Death comes to all. മരണം എല്ലാവരിലേക്കും കടന്നു വരും. No one can stop it. ഒരാൾക്കും മരണത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. Everyone has to surrender in front of death. മരണത്തിന് മുമ്പിൽ എല്ലാവർക്കും കീഴടങ്ങേണ്ടതായിട്ട് വരും. All are equal in front of death. മരണത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. The people who are in higher position will be leveled with the poor by death. ഉയർന്ന പദവിയിലുള്ള ആളുകൾ താഴെ തട്ടിലുള്ള പാവങ്ങളുമായിട്ട് മരണത്തിനാൽ സമമാക്കപ്പെടും. Death levels all the people. Death doesn't show any discrimination. മരണം ഒരാളോടും ഒരു വിവേചനവും കാണിക്കില്ല. മരണത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാക്കപ്പെടും. ഓക്കെ, എത്രയും കാര്യങ്ങളാണ് ഈ ഒരു 1ാം സ്റ്റാൻസയിലൂടെ കവി നമ്മോട് പറയുന്നത്. Now we shall look at the poetic devices used in the first stanza of the poem. ഈ ഒരു കവിതയുടെ 1ാം സ്റ്റാൻസയിൽ ഉപയോഗിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസസുകൾ ഏതൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. പോയറ്റിക് ഡിവൈസസ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ച് അതുപോലെ തന്നെ റൈം സ്കീം എന്നിവയെക്കുറിച്ചാണ്. ഓക്കെ, ഫസ്റ്റ് വി ക്യാൻ അനലൈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ. ഈ ഒരു സ്റ്റാൻസയിൽ ഉപയോഗിച്ചിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പരിശോധിക്കാം. ഫിഗർ ഓഫ് സ്പീച്ച് എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെ അത് കണ്ടെത്താം എന്നുള്ളതും സിമിലി, മെറ്റഫർ, പെർസോണിഫിക്കേഷൻ, അലിട്രേഷൻ തുടങ്ങിയ ഫിഗർ ഓഫ് സ്പീച്ചുകളെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ഇതിന് മുമ്പേയുള്ള ക്ലാസ്സിലൂടെ നാം വിശദീകരിച്ചിട്ടുള്ളതാണ്. Then look at the first 2 lines. The glories of our blood and state are shadows. ഇവിടെ നമ്മുടെ കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പദവിയുടെയും മഹത്വങ്ങൾ ഷാഡോസ്, നിഴലുകളാണ് എന്നാണ് കവി പറഞ്ഞിട്ടുള്ളത്. അതായത് കുടുംബത്തിൻ്റെയും പദവിയുടെയും മഹത്വങ്ങളെ നിഴലുകളുമായിട്ടാണ് കവി കമ്പയർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ലൈക്കോ അതല്ലെങ്കിൽ ആസോ ഉപയോഗിക്കാതെയാണ് ഈ ഒരു കമ്പാരിസൺ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ചാണ് മെറ്റഫർ. നമുക്കറിയാം ലൈക്കോ അതല്ലെങ്കിൽ ആസോ ഉപയോഗിക്കാതെ 2 കാര്യങ്ങളെ ഒന്ന് മറ്റൊന്നാണ് എന്ന് നേരിട്ട് തന്നെ പറയുന്നതിനെയാണ് നാം മെറ്റഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസ് ആണ്, ഫിഗർ ഓഫ് സ്പീച്ചാണ് മെറ്റഫർ.
Then look at the third line. There is no arm against fate. വിധിക്കെതിരെ പോരാടാനുള്ള ഒരു പടച്ചട്ടയും ഇല്ല. ഇവിടെ ഫെയ്റ്റ് മീൻസ് വിധി, അതായത് മരണത്തിനെ ഒരു ശക്തനായിട്ടുള്ള ഒരു എതിരാളിയായിട്ടാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ശക്തരായിട്ടുള്ള പടയാളികൾക്കെതിരെ അതല്ലെങ്കിൽ ശത്രുക്കൾക്കെതിരെ പോരാടുന്ന സമയത്താണ് നാം പടച്ചട്ട ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ പടച്ചട്ട ഉപയോഗിക്കുന്നത് എന്തിനെതിരെ പോരാടാനാണ്? മരണത്തിനെതിരെ പോരാടാനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മരണത്തിന്, ഫെയ്റ്റിന് എന്താണ്? മനുഷ്യൻ്റെ ഒരു ഗുണത്തെയാണ് കൊടുത്തിട്ടുള്ളത്. ജീവനുള്ള ഒരു വസ്തുവിൻ്റെ, ജീവനുള്ളതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ചാണ് പേഴ്സോണിഫിക്കേഷൻ. Here we can see the first letter in the word fate is capitalized. ഫെയ്റ്റ് എന്ന ആ ഒരു വേർഡിലെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള എഫ് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അതായത് കൂടുതൽ അവസരങ്ങളിലും പേഴ്സോണിഫൈ ചെയ്യുന്ന ആ ഒരു വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. എല്ലാ അവസരങ്ങളിലും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല, എങ്കിലും കൂടുതൽ അവസരങ്ങളിലും പേഴ്സോണിഫൈ ചെയ്യുന്ന ആ ഒരു വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ചാണ് പേഴ്സോണിഫിക്കേഷൻ. Then next line, death lays his icy hand on kings. മരണം അതിൻ്റെ തണുത്ത കൈ രാജാവിനുമേൽ വെക്കുന്നു. Here death is personified as a person with icy hand. ഇവിടെ മരണത്തിനെ തണുത്ത കൈയുള്ള ഒരു മനുഷ്യനായിട്ടാണ്, അതല്ലെങ്കിൽ ജീവനുള്ള ഒരു വസ്തുവായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ജീവനുള്ളവക്കാണ് കൈകൾ ഉണ്ടാകാറുള്ളതും അവയാണ് കൈകൾ എവിടെയെങ്കിലും വെക്കാറുള്ളതും. പക്ഷേ ഇവിടെ മരണം അതിൻ്റെ കൈകൾ വെക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, മരണത്തിന് ജീവനുള്ള വസ്തുവിൻ്റെ ഒരു ഗുണത്തെ കൊടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, ജീവനില്ലാത്തൊരു വസ്തുവിന് ജീവനുള്ളതിൻ്റെ ഏതെങ്കിലും ഒരു ഗുണത്തെ നൽകുന്നതിനെയാണ് നാം പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ചാണ് പേഴ്സോണിഫിക്കേഷൻ. അതായത് ജീവനില്ലാത്ത ഒരു വസ്തുവിന് ജീവനുള്ള വസ്തുവിൻ്റെ അല്ലെങ്കിൽ ജീവനുള്ളതിൻ്റെ ഗുണം നൽകുക. ദെൻ ഇനി ഈ ഒരു കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള ചില സിമ്പലുകളാണ് സെപ്റ്റർ ആൻഡ് ക്രൗൺ, അതുപോലെ തന്നെ സൈത്ത് ആൻഡ് സ്പേഡ്. സെപ്റ്റർ ആൻഡ് ക്രൗൺ സ്റ്റാൻഡ് ഫോർ കിങ് ആൻഡ് ഹിസ് പവർ. ചെങ്കോലും കിരീടവും കാണിക്കുന്നത് രാജാവിനെയും അതുപോലെ തന്നെ രാജാവിൻ്റെ അധികാരത്തെയുമാണ്. ദെൻ അതുപോലെ തന്നെ സൈത്ത് ആൻഡ് സ്പേഡ് റിപ്രസെൻറ്റ് ദ പുവർ പെസൻറ്റ്. തൂമ്പയും അതുപോലെ തന്നെ അരിവാളും സിംബലൈസ് ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളെയാണ് അവ സിംബലൈസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ചാണ് മെറ്റോണിമി. അതായത് മെറ്റോണിമി എന്നാൽ ചെറിയ ഒരു ഭാഗം കാണിച്ച് വലിയതിനെ സൂചിപ്പിക്കുന്നതിനെയാണ് മെറ്റോണിമി എന്ന് പറയുന്നത്. അതായത് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ദ വേർഡ്സ് കിങ് ആൻഡ് ഫാർമർ, the poet uses the word scepter and crown for king and scythe and spade for farmers. അതായത് ഇവിടെ കവി രാജാവിനെയും അതുപോലെ തന്നെ സാധാരണക്കാരെയും പറയുന്നതിന് പകരമായിട്ട് അവയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചെറിയൊരു ഭാഗത്തെയാണ് പറയുന്നത്. അതായത് ചെങ്കോലും കിരീടവും, സെപ്റ്റർ ആൻഡ് ക്രൗൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജാവിനെയും രാജാവിൻ്റെ അധികാരത്തെയുമാണ്. അതുപോലെ തന്നെ തൂമ്പയും അരിവാളും കാണിക്കുന്നത്, സിംബലൈസ് ചെയ്യുന്നത് സാധാരണക്കാരെയുമാണ്. അപ്പോൾ സാധാരണക്കാർ എന്നത് കാണിക്കുന്നതിന് വേണ്ടിയാണ് അതിൻ്റെ ചെറിയൊരു ഭാഗമായിട്ടുള്ള, അവരുടെ ചെറിയൊരു ഭാഗമായിട്ടുള്ള കൈക്കോട്ടും അതുപോലെ തന്നെ അരിവാളിനെയും കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ചാണ് മെറ്റോണമി. അപ്പോൾ മെറ്റോണമി എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. അതായത് വലിയ ഒരു സംഭവത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചെറിയ ഒരു ഭാഗത്തെ കാണിക്കുന്നതാണ് മെറ്റോണമി. ഇവിടെ രാജാവിനെയും അദ്ദേഹത്തിൻ്റെ അധികാരത്തെയും സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അതിൻ്റെ ചെറിയ ഒരു ഭാഗമായിട്ടുള്ള ചെങ്കോലും കിരീടവും, അതുപോലെ തന്നെ സാധാരണക്കാരെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അതിൻ്റെ ചെറിയ ഒരു ഭാഗമായിട്ടുള്ള തൂമ്പയും അരിവാളും ഈ ഒരു കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ദെൻ ലുക്ക് അറ്റ് ദ ലാസ്റ്റ് ലൈൻ, പുവർ ക്രൂക്ഡ് സൈത്ത് ആൻഡ് സ്പേഡ്. പാവപ്പെട്ട വളഞ്ഞ അരിവാളും അതുപോലെ തന്നെ തൂമ്പയും. നമുക്കറിയാം, പുവർ എന്നാൽ പാവം, അതല്ലെങ്കിൽ പാവപ്പെട്ട. സാധാരണയായിട്ട് ജീവനുള്ള വസ്തുക്കൾക്ക് അതല്ലെങ്കിൽ മനുഷ്യന് കൊടുക്കുന്ന ഒരു ക്വാളിറ്റിയാണ് പാവപ്പെട്ട അതല്ലെങ്കിൽ പാവം എന്നുള്ളത്. പക്ഷേ ഇവിടെ ആ ഒരു ക്വാളിറ്റി ഉപയോഗിച്ചിട്ടുള്ളത് ജീവനില്ലാത്ത വസ്തുക്കളായിട്ടുള്ള അരിവാളിൻ്റെ കൂടെയും അതുപോലെ തന്നെ തൂമ്പയുടെ കൂടെയുമാണ് പാവം എന്ന ആ ഒരു പ്രയോഗം പ്രയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ചാണ് പേഴ്സോണിഫിക്കേഷൻ. Okay dear students, these are the major poetic devices used in the first stanza of this poem. ഈ ഒരു കവിതയുടെ ഒന്നാം സ്റ്റാൻസയിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയറ്റിക് ഡിവൈസസ് ആണ് ഇവയെല്ലാം. അതായത് മെറ്റഫോർ, പേഴ്സോണിഫിക്കേഷൻ, സിംബൽ ഓർ മെറ്റോണമി.
ഇനി ഈ ഒരു സ്റ്റാൻസയിലുള്ള റൈം സ്കീം അതുപോലെ തന്നെ റൈമിംഗ് വേർഡ്സ് നമുക്കൊന്ന് പരിശോധിക്കാം. റൈം സ്കീം എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ റൈമിംഗ് വേർഡ്സ് എന്താണ് എന്നുള്ളതും അവ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതും ഇതിന് മുമ്പേയുള്ള ക്ലാസ്സിലൂടെ നാം വളരെ വിശദമായിട്ട് തന്നെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അവ പറഞ്ഞ് മനസ്സിലാക്കാം. ഈ ഒരു സ്റ്റാൻസയിലുള്ള റൈമിംഗ് വേർഡ്സുകളാണ് സ്റ്റേറ്റ്, ഫേറ്റ്, തിങ്സ്, കിങ്സ്, ക്രൗൺ, ഡൗൺ, മെയ്ഡ്, സ്പേഡ്. Then rhyme scheme AB AB CC DD. അപ്പോൾ നമ്മോട് റൈമിംഗ് വേർഡ്സുകൾ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ എഴുതാം: സ്റ്റേറ്റ്, ഫേറ്റ്, തിങ്സ്, കിങ്സ്, ക്രൗൺ, ഡൗൺ, മെയ്ഡ്, സ്പേഡ്. അതുപോലെ തന്നെ നമ്മോട് റൈം സ്കീം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: AB AB CC DD. Dear students, I hope you have understood the first stanza of this poem. ഇനി ഈ ഒരു സ്റ്റാൻസയിൽ നിന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുള്ള 3 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. ആക്ടിവിറ്റി ഫസ്റ്റ്. വൈ ഡസ് ദ പോയറ്റ് തിങ്ക് ദാറ്റ് ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ്? നമ്മുടെ കുടുംബ മഹിമയും നമ്മുടെ പദവിയുടെ മഹത്വങ്ങളുമെല്ലാം നിഴലുകളാണ് എന്ന് കവി ചിന്തിക്കാനുള്ള കാരണം എന്താണ്? അതായത് ഈ ഒരു കവിതയിലൂടെ സ്റ്റാൻസയിലൂടെ കവി പറയുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പദവിയുടെയും മഹത്വങ്ങളും മഹിമകളുമെല്ലാം നിഴലുകളാണ് എന്ന് കവി പറയുന്നുണ്ട്. അങ്ങനെ കവി പറയാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം കവി ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയാം. അതായത് നമ്മുടെ കുടുംബ മഹിമകളും അതുപോലെ തന്നെ നമ്മുടെ പദവിയുമെല്ലാം ഏത് സമയവും ഇല്ലാതായേക്കാം, അവ നിഴലുകളെ പോലെയാണ് എന്നാണ് കവി പറയുന്നത്. അതായത് ഏത് സമയവും അവ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതായേക്കാം. ഓക്കെ, ആൻസറായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം: The poet thinks that the glories of our blood and state are shadows because all of them will disappear any time. കവി അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ഏത് സമയവും അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതായേക്കാം, നഷ്ടപ്പെട്ടേക്കാം. They are not substantial. അവയൊന്നും ഉറച്ച കാര്യങ്ങളല്ല. They don't last forever. അവയൊന്നും ഒരിക്കലും ദീർഘകാലം നമ്മോട് കൂടെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഏത് സമയവും അവ നഷ്ടപ്പെട്ടേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What do scepter and crown and scythe and spade stand for, and what do they symbolize? ചെങ്കോലും കിരീടവും അതുപോലെ തന്നെ തൂമ്പയും അരിവാളും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമുക്കറിയാം ചെങ്കോലും കിരീടവും സിംബലൈസ് ചെയ്യുന്നത് രാജാവിനെയും രാജാവിൻ്റെ അധികാരത്തിനെയുമാണ്. അതുപോലെ തന്നെ തൂമ്പയും അരിവാളും സിംബലൈസ് ചെയ്യുന്നത് സാധാരണക്കാരെയുമാണ്. ഓക്കെ, നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം: Scepter and crown stand for royal glory and power. ചെങ്കോലും കിരീടവും കാണിക്കുന്നത് രാജകീയതയും രാജാവിൻ്റെ അധികാരത്തെയുമാണ്. Those symbolize power of kings. അവ സൂചിപ്പിക്കുന്നത് രാജാവിൻ്റെ അധികാരത്തെയാണ്. Scythe and spade are the tools of workers. തൂമ്പയും അരിവാളും സാധാരണക്കാരായിട്ടുള്ള വർക്കേഴ്സിൻ്റെ ടൂൾസാണ്, ആയുധങ്ങളാണ്. Those symbolize ordinary people. അവ സിംബലൈസ് ചെയ്യുന്നത് സാധാരണക്കാരെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Why does the poet say that there is no armor against fate? വിധിക്കെതിരെ അതല്ലെങ്കിൽ മരണത്തിനെതിരെ പോരാടാനുള്ള ഒരു പടച്ചട്ടയുമില്ല എന്ന് കവി പറയാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം കവി അങ്ങനെ പറയാനുള്ള കാരണം മരണത്തിനെതിരെ പോരാടാൻ അതല്ലെങ്കിൽ മരണത്തിനെ നേരിടാൻ ഒരാൾക്കും അതല്ലെങ്കിൽ ഒന്നിനെ കൊണ്ടും സാധിക്കില്ല എന്നതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം: The poet says that there is no armor against fate because no one can stop death. കവി അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ആർക്കും മരണത്തിനെ നേരിടാൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ്. ഡെത്ത് കംസ് ടു ഓൾ. മരണം എല്ലാവരിലേക്കും കടന്നു വരും. നോ വെപ്പൺ വിൽ പ്രൊട്ടക്റ്റ് അസ് ഫ്രം ഡെത്ത്. മരണത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കാൻ ഒരു പടച്ചട്ടക്കും സാധ്യമല്ല. ദെൻ സെക്കൻഡ് സ്റ്റാൻസ. Some men with swords may reap the field and plant fresh laurels where they kill, but their strong nerves at last must yield. They tame but one another still. Early or late, they stoop to fate, and must give up their murmuring breath when they pale captives creep to death. ഓക്കെ, ഈ ഒരു സ്റ്റാൻസയിൽ നമുക്ക് പ്രയാസമായി തോന്നിയേക്കാവുന്ന വേർഡുകളുടെ മീനിങ് ഒന്ന് പരിശോധിക്കാം. ഫസ്റ്റ് ലൈൻ, sword. Sword means wall. Then reap. Reap means to cut or harvest. കൊയ്യുക അല്ലെങ്കിൽ വിളവെടുപ്പ്. Then field. Field means farmland. അതായത് കൃഷിഭൂമി. ഇവിടെ ഉദ്ദേശിക്കുന്നത് ബാറ്റിൽ ഫീൽഡ്, അതായത് യുദ്ധഭൂമി എന്ന അർത്ഥത്തിലാണ്. Then second line, plant. Plant means നടുക.
ഏതെങ്കിലും വൃക്ഷത്തൈ നടുന്നതിനെയാണ് പ്ലാന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ലോറൽസ്. ലോറൽസ് മീൻസ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബുഷ് ദാറ്റ് റിപ്രസെൻറ്റ് ഓണർ. ഉയർന്ന ബഹുമതികളെയോ അതല്ലെങ്കിൽ വലിയ വിജയത്തെയൊക്കെ കാണിക്കുന്ന ചിഹ്നമായിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം ചെടിയാണ് ലോറൽസ്. ദെൻ തേർഡ് ലൈൻ നെർവ്സ്. നെർവ് മീൻസ് ഞരമ്പുകൾ. ദെൻ ഈൽഡ്. ഈൽഡ് മീൻസ് ടു സറണ്ടർ, കീഴടങ്ങുക. ദെൻ ഫോർത്ത് ലൈൻ ടൈം. ടൈം മീൻസ് ടു ബ്രിങ് അണ്ടർ കൺട്രോൾ, നിയന്ത്രണത്തിലാക്കുക. അതായത് സാധാരണയായിട്ട് മൃഗങ്ങളെയൊക്കെ മെരുക്കുന്നതിനെയൊക്കെ ടൈം എന്ന് പറയും. അപ്പോൾ നമ്മുടെ കൺട്രോളിലാക്കുക, നിയന്ത്രണത്തിലാക്കുക. ദെൻ സിക്സ്ത് ലൈൻ സ്റ്റൂപ്പ്. സ്റ്റൂപ്പ് മീൻസ് ബെൻഡ്, അതായത് തല കുനിക്കുക അല്ലെങ്കിൽ സറണ്ടർ, കീഴടങ്ങുക. ദെൻ സെവൻത്ത് ലൈൻ ഗിവ് അപ്പ്. ഗിവ് അപ്പ് മീൻസ് ഉപേക്ഷിക്കുക. ദെൻ മേർമറിങ്. മേർമറിങ് മീൻസ് സോഫ്റ്റ് ആൻഡ് ക്ലിയർ അട്ടറിങ്, അതായത് ചെറിയ നേർത്ത ശബ്ദം. ഇവിടെ ഈ ഒരു കവിതയിൽ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ ലാസ്റ്റ് അൺക്ലിയർ വേർഡ്സ് ഓഫ് എ ഡൈയിങ് മാൻ. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ചെറിയ നേർത്ത ഒരു ശബ്ദത്തിനെയാണ് ഇവിടെ മേർമറിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദ ലാസ്റ്റ് ലൈൻ പെയിൽ. പെയിൽ മീൻസ് വീക്ക്, അത് ടയേർഡ്, ക്ഷീണിച്ച. ദെൻ ക്യാപ്റ്റീവ്സ്. ക്യാപ്റ്റീവ്സ് മീൻസ് പ്രിസണേഴ്സ്, അതായത് യുദ്ധത്തിലൊക്കെ പിടിക്കപ്പെടുന്ന തടവ് പുള്ളികൾക്ക് നാം പ്രിസണേഴ്സ് എന്ന് പറയും, ക്യാപ്റ്റീവ്സ്. ദെൻ ക്രീപ്പ്. ക്രീപ്പ് മീൻസ് മൂവ് സ്ലോലി ആൻഡ് കെയർഫുള്ളി, വളരെ ശ്രദ്ധിച്ച് പതുങ്ങി നടക്കുന്നതിനെയാണ് ക്രീപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഴയുക എന്നും പറയാം. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ടാം സ്റ്റാൻസയെ ലൈൻ ബൈ ലൈനായിട്ടൊന്ന് വിശദീകരിക്കാം. സം മെൻ വിത്ത് സോഡ്സ് മേ റീപ്പ് ദ ഫീൽഡ്. ചില ആളുകൾ അവരുടെ വാളുകൾ ഉപയോഗിച്ചുകൊണ്ട് നിലം കൊയ്തേക്കാം. ഓക്കെ, ഇവിടെ വാൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മുടെ അരിവാളല്ല, യുദ്ധങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വാളിനെയാണ് സോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ലൈൻ ആൻഡ് പ്ലാന്റ് ഫ്രഷ് ലോറൽസ് വെയർ ദ കിൽ. അങ്ങനെ അവർ വാളുപയോഗിച്ച് ആ ഒരു നിലം കൊയ്ത ശേഷം പ്ലാന്റ് ഫ്രഷ് ലോറൽസ് വെയർ ദ കിൽ, അവിടെ അവരെന്ത് ചെയ്തേക്കാം, പ്ലാന്റ് ചെയ്തേക്കാം, നട്ടേക്കാം. ഫ്രഷ് ലോറൽസ്, എന്ത് ലോറൽസ്, ആ ഒരു ചെടികൾ. വേർ ദ കിൽ, എവിടെയേ, വേർ ദ കിൽ, അവർ കൊന്ന സ്ഥലത്ത്. അപ്പോൾ വാളുപയോഗിച്ച് അവരെന്താ ചെയ്തിട്ടുള്ളത്, ആ ഒരു കൃഷിഭൂമി കൊയ്യുകയല്ല ചെയ്തിട്ടുള്ളത്, തലകളാണ് കൊയ്തിട്ടുള്ളത്. അതായത് യുദ്ധങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫീൽഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാറ്റിൽ ഫീൽഡ്, അതായത് യുദ്ധഭൂമിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ചില ശക്തരായ രാജാക്കന്മാർ അവരുടെ സർവ്വസന്നാഹവും ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങൾ, മറ്റുള്ള സ്ഥലങ്ങൾ അവർ കീഴടക്കിയേക്കാം, ആളുകളെ കൊന്നേക്കാം. അതിനുശേഷം അവരുടെ സാമ്രാജ്യം അവിടെ പടുത്തുയർത്തിയേക്കാം. സം പവർഫുൾ കിങ്സ് മൈറ്റ് അറ്റാക്ക് അതേഴ്സ് വിത്ത് വെപ്പൺസ് ആൻഡ് ഒക്കുപ്പൈ ദ ലാൻഡ് ആൻഡ് ദേ ഏൺ ഫെയിം ആൻഡ് ഓണർ. ചില ശക്തരായ രാജാക്കന്മാർ അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റു സ്ഥലങ്ങളും മറ്റു സാമ്രാജ്യങ്ങളും അവർ കീഴടക്കിയേക്കാം. അതിലൂടെ അവരുടെ പ്രശസ്തിയും അതുപോലെ തന്നെ ബഹുമതികളും അവർ നേടിയെടുത്തേക്കാം. അതാണ് ഈ രണ്ട് ലൈനിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അതായത് റീപ്പ് എന്നാൽ കൊയ്യുക, അതായത് വിളവെടുക്കുക. ദെൻ ഫീൽഡ് എന്നാൽ വയൽ അതല്ലെങ്കിൽ കൃഷിഭൂമി. ദെൻ പ്ലാന്റ് മീൻസ് നടുക. ദെൻ ലോറൽസ് മീൻസ് ഒരു തരം ചെടി. ദീസ് ആർ ദ വേർഡ്സ് റിലേറ്റഡ് ടു ഫാമിംഗ്. ഈ ഒരു വേർഡുകളൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഫാമിങ്ങുമായി, കൃഷിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വേർഡുകളൊക്കെ ഉള്ളത്. എങ്കിലും ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള മറ്റു രണ്ട് വേർഡുകളാണ് സോഡ് മീൻസ് വാൾ. അപ്പോൾ വാൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കൊയ്യുന്നത്. അവസാനമായിട്ട് കിൽ, കൊല്ലുക. അപ്പോൾ സോഡ് അതുപോലെ തന്നെ കിൽ, വാൾ അതുപോലെ തന്നെ കൊല്ലുക എന്നുള്ളത് യുദ്ധവുമായി ബന്ധപ്പെട്ട രണ്ട് വേർഡുകളാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് കൃഷി ചെയ്യുന്നതല്ല, ഇവിടെ ഉദ്ദേശിക്കുന്നത് യുദ്ധം ചെയ്യുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ റീപ്പ് മീൻസ് കൊയ്യുക. ഇവിടെ ഉദ്ദേശിക്കുന്നത് കൃഷിഭൂമി കൊയ്യുന്നതിനല്ല അല്ലെങ്കിൽ വിളവെടുക്കുന്നതിനല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ദേ ആർ കട്ടിങ് ദ ഹെഡ്സ് ഓഫ് ദ എനിമീസ് ആൻഡ് ഒപ്പണൻസ്. എതിരാളികളുടെ തല വെട്ടുന്നതിനെയാണ് ഇവിടെ കൊയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്ലാന്റ് ഫ്രഷ് ലോറൽസ്. അങ്ങനെ ആളുകളെ കൊന്ന ശേഷം ആ ഒരു ഭൂമിയിൽ അവരെന്താ ചെയ്യുന്നത്, പ്ലാന്റ് ഫ്രഷ് ലോറൽസ്. അവിടെ ആ ലോറൽസ് അതായത് വിജയത്തെ കാണിക്കുന്ന ആ ഒരു ചെടികൾ അവിടെ നടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ പേരും പ്രശസ്തിയും അവരുടെ സാമ്രാജ്യവും അവർ വർദ്ധിപ്പിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് ലൈൻ ബട്ട് ദെയർ സ്ട്രോങ് നെർവ്സ് അറ്റ് ലാസ്റ്റ് മസ്റ്റ് ഈൽഡ്. അവരുടെ ശക്തമായിട്ടുള്ള ഞരമ്പുകളും കീഴടങ്ങും. വിച്ച് മീൻസ്
എത്ര വലിയ രാജാക്കന്മാരായി കഴിഞ്ഞാലും മരണത്തിന് മുമ്പിൽ അവർക്ക് കീഴടങ്ങേണ്ടതായിട്ട് വരും. അവസാനം അവരുടെ അധികാരങ്ങളും അതുപോലെ തന്നെ അവരുടെ എല്ലാ കഴിവുകളും അവരുടെ എല്ലാ ശക്തിയും അവർക്ക് നഷ്ടപ്പെടുകയും മരണത്തിന് മുമ്പിൽ അവർ കീഴടങ്ങുകയും ചെയ്യും. നെക്സ്റ്റ് ലൈൻ, ദേ ടൈം ബട്ട് വൺ അനദേഴ്സ് സ്റ്റിൽ. ടൈം മീൻസ് മെരുക്കുക, അതല്ലെങ്കിൽ നിയന്ത്രണത്തിലാക്കുക. ബട്ട് വൺ അനദേഴ്സ് സ്റ്റിൽ, അവർ പരസ്പരം നിയന്ത്രണത്തിലാക്കും. അതായത് മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ച് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രണത്തിലാക്കും. പക്ഷേ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രണത്തിലാക്കാൻ സാധിക്കൂ. ഒരിക്കലും മരണത്തെ നിയന്ത്രണത്തിലാക്കാൻ അവർക്ക് സാധിക്കില്ല. അതായത് ദ വിക്ടേഴ്സ് കാൺ കണ്ടിന്യൂ ദെയർ ഫൈറ്റിംഗ്. ആ ഒരു വിജയികൾക്ക് ഒരിക്കലും അവരുടെ ആ ഒരു പോരാട്ടം വീണ്ടും തുടരാൻ അവർക്ക് സാധിക്കില്ല. ദേ വിൽ ലൂസ് ദെയർ സ്ട്രെങ്ത്. ഒരിക്കൽ അവരുടെ ശക്തിയെല്ലാം അവർക്ക് നഷ്ടപ്പെടും. ഇൻ ദ എൻഡ് ആൻഡ് ദേ മസ്റ്റ് സറണ്ടർ. അങ്ങനെ അവസാനം അവരുടെ എല്ലാ ശക്തിയും നഷ്ടപ്പെട്ട് മരണത്തിന് മുമ്പിൽ അവർ കീഴടങ്ങുക തന്നെ ചെയ്യും. അങ്ങനെ ആ രാജാക്കന്മാർക്ക്, ആ പോരടിക്കുന്ന ആളുകൾക്ക് പരസ്പരം നിയന്ത്രിക്കാൻ സാധിച്ചേക്കാം. പക്ഷേ മരണത്തെ അവരുടെ നിയന്ത്രണത്തിലാക്കാൻ അവർക്കൊരിക്കലും സാധിക്കില്ല. ഏർലി ഓർ ലേറ്റ് ദേ സ്റ്റൂപ്പ് ടു ഫേറ്റ്. ഏർലി നേരത്തെ, ഓർ ലേറ്റ് അതല്ലെങ്കിൽ നേരം വൈകി, ഇന്നോ അല്ലെങ്കിൽ നാളെയോ. ദേ സ്റ്റൂപ്പ് ടു ഫേറ്റ്, മരണത്തിന് മുമ്പിൽ അവർ കീഴടങ്ങും, സറണ്ടർ ചെയ്യും. അതായത് ചില ആളുകൾ നേരത്തെ മരിച്ചേക്കാം, അതേസമയം തന്നെ ചില ആളുകൾ നേരം വൈകിയും മരിച്ചേക്കാം. എങ്ങനെയായാലും മനുഷ്യന് മരണത്തിന് മുമ്പിൽ കീഴടങ്ങേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് ലൈൻ, ആൻഡ് മസ്റ്റ് ഗിവ് അപ്പ് ദെയർ മർമറിംഗ് ബ്രെത്ത്. അങ്ങനെ അവർ ഉപേക്ഷിക്കും ദെയർ മർമറിംഗ് ബ്രെത്ത്, അവരുടെ അവസാനത്തെ ശ്വാസവും അവർ ഉപേക്ഷിക്കും. വിച്ച് മീൻസ് അവർ മരിക്കുക തന്നെ ചെയ്യും. ആൻഡ് ദേ പെയിൽ ക്യാപ്റ്റീവ്സ് ക്രീപ് ടു ഡെത്ത്. അങ്ങനെ അവർ പെയിൽ ക്യാപ്റ്റീവ്സ്, വീക്ക് പ്രിസണേഴ്സ്, അതായത് ക്ഷീണിച്ച യുദ്ധ തടവുകാരെ പോലെ തന്നെ അവരും ക്രീപ് ടു ഡെത്ത്, മരണത്തിലേക്ക് അവരും പതുക്കെ സഞ്ചരിക്കും. അതായത് യുദ്ധങ്ങളും മറ്റും സംഭവിക്കുന്ന സമയത്ത് ശക്തരായിട്ടുള്ള രാജാക്കന്മാർ ധാരാളം പടയാളികളെ പ്രിസണേഴ്സായിട്ട്, അതായത് യുദ്ധ തടവുകാരായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ അവസാനം അതേ വിധി തന്നെയായിരിക്കും ഈ ഒരു രാജാക്കന്മാർക്കും സംഭവിക്കുന്നത്. ശക്തരായിട്ടുള്ള രാജാക്കന്മാർക്കും ഇതേ വിധി തന്നെയാണ് കാത്തിരിക്കുന്നത്. അതായത് മരണത്തിന് മുമ്പിൽ അവരെന്തായിരിക്കും, ഈ ഒരു രാജാക്കന്മാർ പ്രിസണേഴ്സ് ആയിരിക്കും, അതായത് യുദ്ധ തടവുകാരെ പോലെ ആയിരിക്കും. അങ്ങനെ അവസാനം അവരും മരണത്തിലേക്ക് പതുക്കെ സഞ്ചരിക്കും. വിച്ച് മീൻസ് അവരും അവസാനം മരിക്കും. ഓക്കെ, ഈ രണ്ടാം സ്റ്റാൻസയിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് വിശദീകരിക്കാം. ദ മെൻ വിത്ത് സോഡ് മെ ഫൈറ്റ് ഈച്ച് അതർ ഇൻ ദ ബാറ്റിൽ ഫീൽഡ്. യുദ്ധക്കളത്തിൽ ആളുകൾ പരസ്പരം അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം പോരടിച്ചേക്കാം. ദേ മേ കട്ട് ദ ഹെഡ്സ് ഓഫ് ദെയർ എനിമീസ് ആൻഡ് ക്യാപ്ചർ ദ ലാൻഡ്. അവർ ശത്രുക്കളുടെ തലകൾ അറുത്തുകൊണ്ട്, അവരെ കൊന്നുകൊണ്ട് അവരുടെ ഭൂമി കൈവശപ്പെടുത്തിയേക്കാം. ദേ കോങ്കർ കിങ്ഡംസ്, ഏൺ ഫെയിം ആൻഡ് ഓണർ. അവർ സാമ്രാജ്യങ്ങൾ കീഴടക്കുകയും പേരും പ്രശസ്തിയും നേടിയേക്കാം. ബട്ട് ദ വിക്ടേഴ്സ് കാൺ കണ്ടിന്യൂ ദെയർ ഫൈറ്റിംഗ്. എന്നാൽ വിജയികൾക്ക് അവരുടെ വിജയങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കാൻ അവർക്ക് സാധിക്കില്ല. ദേ വിൽ ലൂസ് ദെയർ സ്ട്രെങ്ത് ആൻഡ് ദേ ബിക്കം പവർലെസ് ഇൻ ദ എൻഡ്. അവരുടെ ശക്തിയും കരുത്തും അവർക്ക് നഷ്ടപ്പെടുകയും അവസാനം അവർ അശക്തരാവുകയും ചെയ്യും. ലൈക്ക് ദ വീക്ക് പ്രിസണേഴ്സ് ദേ സ്ലോലി മൂവ്സ് ടുവാർഡ്സ് ഡെത്ത്. അങ്ങനെ യുദ്ധ തടവുകാരെ പോലെ തന്നെ ഇവരും, ഈ ഒരു കരുത്തരായിട്ടുള്ള രാജാക്കന്മാരും ശക്തരായിട്ടുള്ള ആളുകളും അവസാനം മരണത്തിലേക്ക് പതുക്കെ സഞ്ചരിക്കും. Thus, the fate of men who reap the field with their swords is the same. യുദ്ധക്കളത്തിൽ വാളുകൾ ഉപയോഗിച്ചുകൊണ്ട് ശത്രുക്കളുടെ തലകളറുത്ത ആളുകളുടെയും വിധി ഒരേ വിധി തന്നെയാണ് അവരെയും കാത്തിരിക്കുന്നത്. അതായത് മറ്റുള്ളവരുടെ അതേ വിധി തന്നെയാണ് ഇവരെയും കാത്തിരിക്കുന്നത്. അതായത് they become the captives of mighty death. കരുത്തനായിട്ടുള്ള ആ ഒരു മരണത്തിന് മുമ്പിൽ എത്ര ശക്തനായിട്ടുള്ള രാജാക്കന്മാരും തടവുകാരെ പോലെ തന്നെയായിരിക്കും. ഈവൻ ദ സ്ട്രോങ്ങസ്റ്റ് ഓഫ് ദ കോങ്കറേഴ്സ് സറണ്ടർ ഇൻ ഫ്രണ്ട് ഓഫ് ഡെത്ത്. എത്ര വലിയ വിജയിയായാലും എത്ര വലിയ ജേതാവായാലും അവരും മരണത്തിന് മുമ്പിൽ കീഴടങ്ങും. വിച്ച് മീൻസ് അവരും ഒരിക്കൽ മരണപ്പെടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കവിതയുടെ രണ്ടാം സ്റ്റാൻസയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെക്സ്റ്റിൽ ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങൾക്ക് ആൻസർ കണ്ടെത്താം. ഫോർത്ത് ക്വസ്റ്റ്യൻ, സം മെൻ വിത്ത് സ്വോർഡ് മെ റീപ് ദ ഫീൽഡ്. വാട്ട് ഡസ് ദിസ് മീൻ? ചില ആളുകൾ അവരുടെ വാളു ഉപയോഗിച്ചുകൊണ്ട് നിലം കൊയ്തേക്കാം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ശത്രുക്കളുടെ തലയറുക്കുന്നതിനെയാണ് ഇവിടെ വാളുപയോഗിച്ചുകൊണ്ട് കൊയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. ഇറ്റ് മീൻസ് സം പവർഫുൾ മെൻ മൈറ്റ് അറ്റാക്ക് അതേഴ്സ് വിത്ത് വെപ്പൺസ് ആൻഡ് ഒക്കുപ്പൈ ദ ലാൻഡ്.
ചില ശക്തരായിട്ടുള്ള ആളുകൾ അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ അറ്റാക്ക് ചെയ്തേക്കാം, ആക്രമിച്ചേക്കാം. അതുപോലെ തന്നെ അവരുടെ ഭൂമി ഇവർ കൈവശപ്പെടുത്തിയേക്കാം, കീഴടക്കിയേക്കാം. അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആൻഡ് നെപ്പോളിയൻ ആർ ഗുഡ് എക്സാമ്പിൾസ് ഓഫ് സച്ച് മൈറ്റി മെൻ. അത്തരം ശക്തരായിട്ടുള്ള ആളുകൾക്ക്, രാജാക്കന്മാർക്ക് ഉദാഹരണങ്ങളാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അതുപോലെ തന്നെ നെപ്പോളിയൻ എന്നിവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫേറ്റ് ഓഫ് മെൻ വിത്ത് സോർഡ്സ് ഹു ഹോപ്പ് ടു റീപ്പ് ദ ഫീൽഡ്? വാളുകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ ആക്രമിക്കുകയും അവരെ കീഴടക്കുകയും ചെയ്ത ഇവരുടെ വിധി എന്തായിരിക്കും? അതായത് വാളുകൾ ഉപയോഗിച്ചുകൊണ്ട് ശത്രുക്കളുടെ തലയറുക്കുകയും അവരെ കീഴടക്കുകയും അതുപോലെ തന്നെ അവരുടെ ഭൂമി കൈവശപ്പെടുത്തുകയും ചെയ്ത ഇവരുടെ വിധി എന്തായിരിക്കും? ഈ ഒരു ശക്തരായിട്ടുള്ള രാജാക്കന്മാരുടെ, ശക്തരായിട്ടുള്ള ആളുകളുടെ വിധി എന്തായിരിക്കും? നമുക്കറിയാം, എത്ര ശക്തരായിട്ടുള്ള ആളുകളാണെങ്കിലും അവസാനം അവരും മരിക്കും. ഓക്കെ, നമുക്ക് ആൻസറായിട്ട് ഇങ്ങനെ എഴുതാം. They will also die one day. ഒരിക്കൽ അവരും മരണപ്പെടും. They will surrender in front of death. മരണത്തിന് മുമ്പിൽ അവരും കീഴടങ്ങും. All are the victims of mighty death. ശക്തനായിട്ടുള്ള മരണത്തിൻ്റെ ഇരകളാണ് എല്ലാവരും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സ്റ്റാൻസയിലെ പോയറ്റിക് ഡിവൈസസ് ആയിട്ടുള്ള റൈം സ്കീം അതുപോലെ തന്നെ റൈമിംഗ് വേർഡ്സ് ഒന്ന് പരിശോധിക്കാം. ഈ ഒരു സ്റ്റാൻസയിലെ റൈമിംഗ് വേർഡ്സുകളാണ് ഫീൽഡ്, ഈൽഡ്, കിൽ, സ്റ്റിൽ, ലേറ്റ്, ഫേറ്റ്, ബ്രെത്ത്, ഡെത്ത്. അതുപോലെ തന്നെ റൈം സ്കീമാണ് എ ബി, എ ബി, സി സി, ഡി ഡി. ഓക്കെ, ഇനി നമുക്ക് അവസാനത്തെ സ്റ്റാൻസയിലേക്ക് പ്രവേശിക്കാം. The garlands wither on your brow, then boast no more your mighty deeds. Upon death's purple altar now, see where the victim bleeds. Your heads must come to the cold tomb. Only the actions of the just smell sweet and blossom in their dust. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സ്റ്റാൻസയിൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയേക്കാവുന്ന, പ്രയാസം തോന്നിയേക്കാവുന്ന വേർഡുകളുടെ മീനിങ് ഒന്ന് പരിശോധിക്കാം. ഫസ്റ്റ് ലൈൻ, ഗാർലാൻഡ്സ്. ഗാർലാൻഡ്സ് മീൻസ് പൂമാല. ദെൻ വിതർ. വിതർ മീൻസ് ബിക്കം ഡ്രൈ ഓർ ഫേഡ്, അതായത് മങ്ങുക അതല്ലെങ്കിൽ വാടുക. ദെൻ നെക്സ്റ്റ് വേർഡ് ബ്രോ. ബ്രോ മീൻസ് ഫോർഹെഡ്, അതായത് നെറ്റിത്തടം. ദെൻ നെക്സ്റ്റ് ലൈൻ ബോസ്റ്റ്. ബോസ്റ്റ് മീൻസ് പൊങ്ങച്ചം പറയുക. ദെൻ മൈറ്റി. മൈറ്റി മീൻസ് പവർഫുൾ, ശക്തമായ. ദെൻ ദ തേർഡ് ലൈൻ പേർപ്പിൾ. പേർപ്പിൾ മീൻസ് പർപ്പിൾ നിറം. ഇൻ മെനി കൾച്ചേഴ്സ് പേർപ്പിൾ ഈസ് എ കളർ യൂസ്ഡ് ഫോർ ഫ്യൂണറൽസ്. പല കൾച്ചറുകളിലും പേർപ്പിൾ എന്ന ഈ ഒരു നിറം മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു കളറാണ്. ദെൻ നെക്സ്റ്റ് വേർഡ് അൾത്താർ. അൾത്താർ മീൻസ് അൾത്താര. ഇറ്റ്സ് എ ഹോളി ടേബിൾ ഇൻ എ ചേർച്ച് ഓർ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഇൻ എ ചേർച്ച്. ക്രിസ്ത്യൻ പള്ളികളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തിനാണ് അൾത്താര എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് ലൈൻ വിക്ടർ. വിക്ടർ മീൻസ് വിജയി. ദെൻ വിക്ടിം. വിക്ടിം മീൻസ് ഇര, അതല്ലെങ്കിൽ പരാജയപ്പെട്ടയാൾ. ദെൻ ബ്ലീഡ്. ബ്ലീഡ് മീൻസ് രക്തം വാർക്കുക, അതായത് രക്തം ഒഴുകുക. ദെൻ സിക്സ്ത് ലൈൻ ടൂം. ടൂം മീൻസ് ശവകുടീരം, ശവക്കല്ലറ. ദെൻ സെവൻത്ത് ലൈൻ ജസ്റ്റ്. ജസ്റ്റ് മീൻസ് നീതി, ന്യായമുള്ള, നീതിയുള്ള. ദെൻ ദ ലാസ്റ്റ് ലൈൻ ബ്ലോസം. ബ്ലോസം മീൻസ് പുഷ്പിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഓരോ ലൈനുകളുടെ മീനിങ് ഒന്ന് പരിശോധിക്കാം. The garlands wither on your brow, then boast no more your mighty deeds. The garlands wither on your brow. നിൻ്റെ തലയിൽ ധരിച്ചിരിക്കുന്ന, നിൻ്റെ നെറ്റിയിൽ ധരിച്ചിരിക്കുന്ന പൂമാലകൾ വാടിപ്പോകും. അതായത് നമ്മുടെ പ്രതാപങ്ങളെല്ലാം ഒരിക്കൽ നഷ്ടപ്പെടും. Then boast no more your mighty deeds. പിന്നീട് നിൻ്റെ പൊങ്ങച്ചങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല. അതായത് നമുക്കറിയാം, വലിയ വിജയങ്ങൾക്ക് ശേഷം തലയിൽ പൂമാലകളൊക്കെ ധരിക്കാറുണ്ട്. എന്നാൽ ആ ഒരു പൂമാലയിലെ പൂക്കൾ എല്ലാ സമയത്തും ആ ഒരു ശോഭയോടുകൂടെ നിൽക്കണമെന്നില്ല. കുറച്ച് സമയം കഴിയുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും വാടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ എല്ലാ കാലത്തും നമ്മുടെ പ്രതാപങ്ങൾ നിൽക്കണമെന്നില്ല. സമയം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആ ഒരു പ്രതാപവും നമ്മുടെ കരുത്തും നമ്മുടെ ശക്തിയും എല്ലാം നഷ്ടപ്പെടും. അതിനുശേഷം നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ചുള്ള പൊങ്ങച്ചങ്ങൾക്കൊന്നും ഒരു വിലയും ഉണ്ടാകില്ല. ഓക്കെ, ഈ രണ്ട് ലൈനിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊന്ന് വിശദീകരിക്കാം. Our heads may be decorated by garlands during the times of victory.
നാം വിജയിക്കുന്ന സമയത്ത് നമ്മുടെ വിജയത്തെയും അതുപോലെ തന്നെ നമ്മുടെ ബഹുമതികളെയും കാണിക്കുന്നതിന് വേണ്ടി നമ്മുടെ നെറ്റിത്തടം പൂക്കൾ കൊണ്ട് അലങ്കരിച്ചേക്കാം. ബട്ട് ദ ഗാർലാൻഡ് ഡസിൻ റിമെയിൻ ഫ്രഷ് ഓൾവേസ്. എന്നാൽ എപ്പോഴും ആ ഒരു പൂമാലയിലെ പൂക്കൾ പുത്തനായിക്കൊള്ളണമെന്നില്ല, അതായത് പുതിയതുപോലെ ഇരിക്കണമെന്നില്ല. ദ വിൽ ഫെയ്ഡ് ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവയിലെ പൂക്കളെല്ലാം വാടിത്തുടങ്ങും. ദ പോയിറ്റ് സെയ്സ് ദ വിക്ടറി ആൻഡ് ദ ഓണർ ആർ ലൈക്ക് വിതറിങ് ഓഫ് അവർ ഗാർലാൻഡ്സ്. ആ ഒരു കവി പറയുന്നത് നമ്മുടെ നേട്ടങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ബഹുമതികളെല്ലാം ഏതുപോലെയാണ്, വാടിക്കൊണ്ടിരിക്കുന്ന പൂക്കളെപ്പോലെയാണ്. അതായത് ദ ഫെയ്ഡ് വിത്ത് ദ പാസേജ് ഓഫ് ടൈം. സമയം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ ശോഭ നഷ്ടപ്പെടും. സോ ദർ ഈസ് നോ നീഡ് ഓഫ് ബോസ്റ്റിംഗ് ഓഫ് അവർ ഡീഡ്സ് ഓഫ് ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്സ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ചുള്ള പൊങ്ങച്ചങ്ങളുടെ ഒരാവശ്യവുമില്ല, അതായത് നാം പൊങ്ങച്ചം പറഞ്ഞ് നടക്കേണ്ട ഒരാവശ്യവുമില്ല. അതായത് കവി നമ്മോട് പറയുകയാണ്, നമ്മുടെ നേട്ടങ്ങളും നമ്മുടെ വിജയങ്ങളുമെല്ലാം ഏതുപോലെയാണ്, വാടിക്കൊണ്ടിരിക്കുന്ന പൂമാലയെ പോലെയാണ്. അതായത് പൂമാലയിലുള്ള പൂക്കൾ വാടുന്നത് പോലെ തന്നെ നമ്മുടെ പ്രതാപങ്ങളും നമ്മുടെ വിജയങ്ങളുമെല്ലാം സമയം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് എല്ലാം നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വലിയ പൊങ്ങച്ചം പറഞ്ഞ് നടക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. നെക്സ്റ്റ് ലൈൻ, അപ്പോൺ ഡെത്ത് പർപ്പിൾ അൾത്താർ നൗ സീ വേർ ദ വിക്ടിം ബ്ലീഡ്സ്. മരണത്തിൻ്റെ ആ ഒരു പർപ്പിൾ നിറത്തിലുള്ള അൾത്താരയിൽ വിജയിച്ചവനും പരാജയപ്പെട്ടവനും ഒരുപോലെ രക്തം വാർക്കും. വിച്ച് മീൻസ് എല്ലാ ആളുകളും, അതായത് വിജയിച്ച ആളും പരാജയപ്പെട്ട ആളും തുടങ്ങി എല്ലാ ആളുകളും മരണത്തിൻ്റെ ആ ഒരു അൾത്താരയിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. വിച്ച് മീൻസ് എല്ലാ ആളുകളും മരണപ്പെടും. ഓക്കെ, ഇവിടെ ഫോർത്ത് ലൈനിൽ ശ്രദ്ധിക്കുക, വിക്ടർ വിക്ടിം. വിക്ടർ മീൻസ് വിജയി, അതായത് വിജയിച്ച ആൾ. ദെൻ വിക്ടിം, വിക്ടിം മീൻസ് പരാജയപ്പെട്ടയാൾ. ഓക്കെ, രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് വേർഡുകളാണ്. ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് വേർഡുകൾ അടുത്തടുത്തായിട്ട് വരുന്നതിനെയാണ് നാം ഓക്സിമോറോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ചാണ് ഓക്സിമോറോൺ. അതായത് ഓപ്പോസിറ്റ് മീനിങ് ആയിട്ടുള്ള രണ്ട് വേർഡുകൾ തൊട്ടടുത്തായിട്ട് വരുന്നതിനെയാണ് നാം ഓക്സിമോറോൺ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ലൈൻ, യുവർ ഹെഡ്സ് മസ്റ്റ് കം ടു ദ കോൾഡ് ടൂം. നിൻ്റെ ശിരസ് ആ ഒരു തണുത്ത ശവക്കല്ലറയിലേക്ക്, ശവകുടീരത്തിലേക്ക് കടന്നു വരും. വിച്ച് മീൻസ് മരണശേഷം നമ്മുടെ ഡെഡ് ബോഡി, നമ്മുടെ ശവശരീരം ശവക്കല്ലറയിലേക്ക് കൊണ്ടുവെക്കപ്പെടും. ദെൻ ദ ലാസ്റ്റ് ടു ലൈൻസ്, ഈ ഒരു കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വരികളാണിവ. ഓൺലി ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ് സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലോസം ഇൻ ദെയർ ഡസ്റ്റ്. അങ്ങനെ നാം മരണപ്പെട്ട ശേഷം നമ്മുടെ ശവശരീരം ശവക്കല്ലറയിൽ വെച്ചതിന് ശേഷം മറമാടപ്പെട്ട ശേഷം ഓൺലി ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ്, നീതിമാന്മാരായിട്ടുള്ള ആളുകളുടെ ആക്ഷൻസ്, പ്രവർത്തികൾ, സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലോസം ഇൻ ദെയർ ഡസ്റ്റ്. സ്മെൽ സ്വീറ്റ്, സുഗന്ധപൂരിതമാകും, അതായത് സുഗന്ധം വീശും. ആൻഡ് ബ്ലോസം ഇൻ ദെയർ ഡസ്റ്റ്, ആ ഒരു മണ്ണിൽ വെച്ച് ബ്ലോസം വിരിയുകയും ചെയ്യും, പുഷ്പിക്കുകയും ചെയ്യും. അതായത് നല്ല ആളുകളുടെ നല്ല പ്രവർത്തികൾ, അതായിരിക്കും പിന്നീട് ആളുകൾ ഓർമ്മിക്കപ്പെടുക. ഇതാണ് ഈ ഒരു കവിതയുടെ മെസ്സേജ്, സന്ദേശം എന്ന് പറയുന്നത്. അതായത് നാം എല്ലാവരും മരണപ്പെട്ടു പോയതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളായിരിക്കും പിന്നീട് ആളുകൾ ഓർമ്മിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു മൂന്നാം സ്റ്റാൻസയിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാം. ദ വിക്ടറി ആൻഡ് അവർ ഓണർ ആർ ലൈക്ക് വിതറിങ് ഓഫ് ഗാർലാൻഡ്സ്. നമ്മുടെ വിജയങ്ങളും നമ്മുടെ ബഹുമതികളുമെല്ലാം ഏതുപോലെയാണ്, വാടിക്കൊണ്ടിരിക്കുന്ന പൂമാലകളെപ്പോലെയാണ്. ദ ഫെയ്ഡ് വിത്ത് പാസിംഗ് ഓഫ് ടൈം, സമയം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അവ വാടും. അതുപോലെ തന്നെ നമ്മുടെ പ്രതാപങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെടും. സോ ദർ ഈസ് നോ നീഡ് ഓഫ് ബോസ്റ്റിംഗ് അവർ ഡീഡ്സ് ഓഫ് ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വലിയ നേട്ടങ്ങളെക്കുറിച്ചുള്ള ബോസ്റ്റിംഗ്, പൊങ്ങച്ചത്തിൻ്റെ ഒരു ആവശ്യവുമില്ല. കാരണം നമ്മുടെ എല്ലാ കരുത്തും എല്ലാ പ്രതാപങ്ങളും ഒരു സമയം നഷ്ടപ്പെടാനുള്ളതാണ്. വിക്ടർ ബിക്കംസ് ദ വിക്ടിം ഓഫ് ഡെത്ത്. വിജയിച്ച ആളും മരണത്തിന് മുമ്പിൽ മരണത്തിൻ്റെ ഇരയായിത്തീരും. അതായത് മരണത്തിന് മുമ്പിൽ എത്ര വലിയ വിജയിച്ച ആളാണെങ്കിലും മരണത്തിന് മുമ്പിൽ അദ്ദേഹം പരാജയപ്പെടും. എവറി ഹെഡ് ഷുഡ് അറ്റ് ലാസ്റ്റ് കം ടു ദ കോൾഡ് ടൂം. അങ്ങനെ എല്ലാ തലകളും, അതായത് എല്ലാ ആളുകളും അവസാനം ആ ഒരു തണുത്ത ശവക്കല്ലറയിൽ കൊണ്ടുവെക്കപ്പെടും. എവറി വൺ ഹാസ് ടു സറണ്ടർ ഇൻ ഫ്രണ്ട് ഓഫ് ഡെത്ത്. മരണത്തിന് മുമ്പിൽ എല്ലാവർക്കും കീഴടങ്ങേണ്ടതായിട്ട് വരും. അതായത് എല്ലാ ആളുകളും ഒരിക്കൽ മരണപ്പെടും. ദെൻ ദ പോയറ്റ് സെയ്സ് അവർ ഗുഡ് ഡീഡ്സ് നെവർ ഡൈ. പക്ഷേ നമ്മുടെ നല്ല പ്രവർത്തികൾ അതൊരിക്കലും നഷ്ടപ്പെടില്ല, അതൊരിക്കലും മരണപ്പെടില്ല. അതായത് നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ അവ ഒരിക്കലും മരണപ്പെടില്ല.
പീപ്പിൾ വിൽ റിമെമ്പർ അവർ ഗുഡ് ഡീഡ്സ്. അങ്ങനെ നാം മരണപ്പെട്ടു പോയതിന് ശേഷം ആളുകളെല്ലാം ഓർമ്മിക്കും എന്ത്? നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ. ഇറ്റ് ഹാസ് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ഇൻ ദ വേൾഡ് ഈവൻ ഇഫ് വി ആർ ഗോൺ. അങ്ങനെ ഈ ഒരു ലോകത്ത് നിന്ന് നാം പോയാലും, അതായത് നാം മരണപ്പെട്ട് കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് അതിന് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ്, അവസാനിക്കാത്ത ഒരു പ്രഭാവം ഉണ്ടാകും. അതായത് അതൊരിക്കലും നഷ്ടപ്പെടില്ല, അതൊരിക്കലും മരിക്കില്ല, ആളുകൾ അത് ഓർമ്മിക്കുക തന്നെ ചെയ്യും. ഇതാണ് ഈ ഒരു കവിതയുടെ മെസ്സേജ്, സന്ദേശം എന്നുള്ളത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നാം മരണപ്പെട്ടു പോയതിന് ശേഷം ആളുകൾ നമുക്കാകെ ബാക്കിയാവുക നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും. അതായത് നീതിമാന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ ചെയ്ത നല്ല പ്രവൃത്തികൾ മാത്രമേ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഉയർത്തെഴുന്നേൽക്കൂ. ആ ഒരു ശവകുടീരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കൂ, അവിടെ സുഗന്ധം പൂശുകയുള്ളൂ, പുഷ്പിക്കുകയുള്ളൂ. എന്ത്? അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രം. Okay, dear students, now we shall analyze the poetic devices used in the third stanza. ഒരു മൂന്നാമത്തെ സ്റ്റാൻസയിൽ ഉപയോഗിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസസുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. Okay, look at the third line. Upon death's purple altar now. മരണത്തിൻ്റെ പർപ്പിൾ നിറത്തിലുള്ള അൾത്താരയിൽ. Here death is considered as the owner of purple altar. ഇവിടെ മരണത്തിനെ പർപ്പിൾ അൾത്താരയുടെ ഓണറായിട്ടാണ്, ഉടമസ്ഥനായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതായത് മരണത്തിൻ്റെ പർപ്പിൾ അൾത്താർ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഡെത്ത് എന്ന് പറയുന്നത് ജീവനില്ലാത്തതാണ്. അപ്പോൾ ജീവനുള്ളവക്കാണ് ഉടമസ്ഥതാവകാശം നമുക്ക് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ജീവനില്ലാത്ത ഒരു വസ്തുവിന് ജീവനുള്ള വസ്തുക്കളുടെ, ജീവനുള്ളതിൻ്റെ എന്തിൻ്റെങ്കിലും ഗുണത്തെ കൊടുക്കുന്നതിനെയാണ് നാം പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസാണ് പേഴ്സോണിഫിക്കേഷൻ. അതായത് മരണത്തിൻ്റെ പർപ്പിൾ അൾത്താര എന്ന് പറയുന്ന സമയത്ത് മരണത്തിന് ഒരു ഉടമസ്ഥതാവകാശം കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഉടമസ്ഥതാവകാശം സാധാരണയായിട്ട് മനുഷ്യർക്കാണ് ഉണ്ടാകാറുള്ളത്, അല്ലെങ്കിൽ ജീവനുള്ളവർക്കാണ് ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസാണ് പേഴ്സോണിഫിക്കേഷൻ. ദെൻ നെക്സ്റ്റ് ലൈൻ, ഫോർത്ത് ലൈൻ, വിക്ടർ വിക്ടിം. ഓക്കെ, ഓൾറെഡി നാം വിശദീകരിച്ചിട്ടുള്ളതാണ്. അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് വേർഡുകൾ അടുത്തടുത്തായിട്ട് വരുന്നതിനെയാണ് നാം ഓക്സിമോറോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ചാണ് ഓക്സിമോറോൺ. അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു ഫിഗർ ഓഫ് സ്പീച്ചാണ് അലിട്രേഷൻ. അലിട്രേഷൻ എന്താണ് എന്ന് നമുക്കറിയാം. അതായത് അടുത്തടുത്തായിട്ട് വരുന്ന രണ്ട് വേർഡുകളുടെ തുടക്കത്തിലെ ശബ്ദം കോൺസണൻറ്റ് സൗണ്ട് ആകുന്നതിനെയാണ് നാം അലിട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് വേർഡുകൾ വിക്ടർ വിക്ടിം അല്ലൊക്കെ രണ്ടിൻ്റെയും തുടക്കത്തിൽ വ് എന്ന കോൺസണൻറ്റ് ശബ്ദമാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു ഫിഗർ ഓഫ് സ്പീച്ചാണ് അലിട്രേഷൻ. ദെൻ ലുക്ക് അറ്റ് ദ ലാസ്റ്റ് ലൈൻ, സ്മെൽ സ്വീറ്റ്. ഓക്കെ, ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ഈ രണ്ട് വേർഡുകളുടെയും സ്റ്റാർട്ടിങ് സ് എന്ന കോൺസണൻറ്റ് ശബ്ദമാണ്. നമുക്കറിയാം രണ്ട് വേർഡുകളുടെ തുടക്കത്തിൽ ഒരേ കോൺസണൻറ്റ് ശബ്ദം റിപ്പീറ്റായിട്ട് വരുന്നതിനെയാണ് നാം അലിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്മെൽ സ്വീറ്റ് രണ്ടും തുടങ്ങുന്നത് സ് എന്ന ശബ്ദത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസാണ്, അല്ലെങ്കിൽ ഫിഗർ ഓഫ് സ്പീച്ചാണ് അലിട്രേഷൻ എന്നത്. ദെൻ ഇനി ഈ ഒരു സ്റ്റാൻസയിൽ നിന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൂടെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊന്ന് പരിശോധിക്കാം. സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ഡെത്ത്സ് പർപ്പിൾ അൾത്താർ റെഫർ ടു? മരണത്തിൻ്റെ പർപ്പിൾ അൾത്താര എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം മരണത്തിൻ്റെ പർപ്പിൾ അൾത്താര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മരണത്തെയാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. പേർപ്പിൾ കളർ ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ഇൻ ഫ്യൂണറൽസ്. സാധാരണയായിട്ട് ശവസംസ്കാര ചടങ്ങുകളിൽ, മരണാനന്തര ചടങ്ങുകളിൽ ഉപയോഗിക്കുന്ന ഒരു നിറമാണ് പർപ്പിൾ എന്ന ഒരു നിറം. ഇറ്റ് റെഫേഴ്സ് ടു ഇനെവിറ്റബിൾ ഡെത്ത്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത മരണത്തിനെയാണ് ഇത് കാണിക്കുന്നത്. അതായത് ഓൾ പീപ്പിൾ വിൽ സറണ്ടർ ഇൻ ഫ്രണ്ട് ഓഫ് ഡെത്ത്. മരണത്തിന് മുമ്പിൽ എല്ലാവരും കീഴടങ്ങും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഫ്രേസ് വിക്ടർ വിക്ടിം മീൻ? വിക്ടർ വിക്ടിം അതായത് വിജയി, പരാജയപ്പെട്ട ആൾ, ഈ ഒരു ഫ്രേസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം ഇവിടെ വിക്ടർ വിക്ടിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിജയിച്ചയാളും അതേപോലെ തന്നെ പരാജയപ്പെട്ടയാളും എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, ആൻസറായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇറ്റ് മീൻസ് ദ വിന്നർ ആൻഡ് ലൂസർ. ഇവിടെ ഉദ്ദേശിക്കുന്നത് വിജയിച്ചയാൾ അതുപോലെ തന്നെ പരാജയപ്പെട്ട ആൾ എന്ന അർത്ഥത്തിലാണ്. അതായത് ദോസ് ഹു വാസ് വൺ ആൻഡ് ദോസ് ഹു വാസ് ഡിഫീറ്റഡ്. വിജയിച്ചയാളും പരാജയപ്പെട്ടയാളും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ക്യാൻ സർവൈവ് ഡെത്ത്? വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ബ്ലോസം ഇൻ ദ ഡസ്റ്റ്? വൈ?
വാട്ട് ക്യാൻ സർവൈവ് ഡെത്ത്? മരണത്തിന് അതിജീവിക്കാൻ എന്തിനാണ് സാധിക്കുക? ദെൻ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ബ്ലോസം ഇൻ ദ ഡസ്റ്റ്? മണ്ണിൽ നിന്ന് എന്തായിരിക്കും ഉയർന്നു വരിക, എന്തായിരിക്കും പുഷ്പിക്കുക, അല്ലെങ്കിൽ എന്തായിരിക്കും സുഗന്ധപൂരിതമായിരിക്കുക? ദെൻ വൈ? എന്തുകൊണ്ട്? നമുക്കറിയാം, മരണത്തെ അതിജീവിക്കാൻ സാധിക്കുന്നത് നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ മരണത്തെ അതിജീവിക്കുക. അതായത് നമ്മുടെ മരണത്തിന് ശേഷവും ഇവിടെ ജീവിക്കുക നാം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളായിരിക്കും, അതിൻ്റെ ഓർമ്മകളായിരിക്കും. അതുതന്നെയായിരിക്കും നമ്മുടെ മരണശേഷം ആ ഒരു ശവക്കല്ല്, ആ ഒരു മണ്ണിൽ നിന്ന് ഉയർന്നു വരുന്ന സുഗന്ധപൂരിതമായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ആൻസറായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം: ഗുഡ് ആക്ഷൻസ് ഓഫ് ദ പീപ്പിൾ ക്യാൻ സർവൈവ് ദ ഡെത്ത്. ജനങ്ങൾ ചെയ്തിട്ടുള്ള, നല്ല ആളുകൾ ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തികളായിരിക്കും മരണത്തിനെ അതിജീവിക്കാൻ സാധിക്കുക. പീപ്പിൾ വിൽ റിമെമ്പർ ദം. ആളുകൾ അതെന്തെയും ഓർമ്മിക്കും. ആൻഡ് ദ വിൽ റിമെയിൻ അലൈവ് ഇൻ എവറി വൺസ് മെമ്മറീസ്. എല്ലാവരുടെയും ഓർമ്മകളിൽ അത് ജീവിച്ചു കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അതായത് ഒരാൾ മരണപ്പെട്ടാലും അദ്ദേഹം ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ആളുകളുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ആളുകളുടെ ഓർമ്മയിലൂടെ അത് എന്നും ജീവിക്കുക തന്നെ ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ: വൈ ഈസ് ഡെത്ത് കാൾഡ് ദ ലെവലർ? എന്തുകൊണ്ടാണ് മരണത്തിന് ലെവലർ, ഈക്വലൈസർ, അതായത് നിരപ്പാക്കുന്നയാൾ അതല്ലെങ്കിൽ സമമാക്കുന്നയാൾ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം, ഡെത്തിന് ഈക്വലൈസർ അല്ലെങ്കിൽ ലെവലർ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? മരണം എല്ലാവരെയും നിരപ്പാക്കുന്നയാളാണ്, എല്ലാവരെയും സമന്മാരാക്കുന്ന ഒന്നാണ് മരണം എന്നുള്ളത്. ഓക്കെ, ആൻസറായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം: ഡെത്ത് ലെവൽസ് എവരിബഡി. മരണം എല്ലാവരെയും സമന്മാരാക്കുന്നു. ഇറ്റ് ട്രീറ്റ്സ് എവരി വൺ ആസ് ഈക്വൽ. എല്ലാവരെയും തുല്യമായിട്ട് പരിഗണിക്കുന്നു. ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ. മരണത്തിന് മുമ്പിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ല. സ്ട്രോങ് ആൻഡ് വീക്ക്. ശക്തനെന്നോ അതല്ലെങ്കിൽ അശക്തനോ എന്ന വ്യത്യാസമില്ല. കിങ് ആൻഡ് ഓർഡിനറി. രാജാവെന്നോ സാധാരണക്കാരനാണോ എന്ന വ്യത്യാസമില്ല. സ്കോളർ ആൻഡ് ഇലിറ്ററേറ്റ്. പണ്ഡിതനെന്നോ അതല്ലെങ്കിൽ പാമരനെന്നോ അതല്ലെങ്കിൽ നിരക്ഷരനാണോ എന്ന വ്യത്യാസമില്ല. ഹൈ ആൻഡ് ലോ. ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ എന്ന വ്യത്യാസമില്ല. ഇൻ ഫ്രണ്ട് ഓഫ് ഡെത്ത്. മരണത്തിന് മുമ്പിൽ. അതായത് മരണത്തിന് മുമ്പിൽ ഇങ്ങനെ ഒരു വ്യത്യാസവുമില്ല. മരണം എല്ലാവരെയും ഒരേ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. എല്ലാവരെയും ഒരേപോലെയാണ് പരിഗണിക്കുന്നത്. എവരി വൺ ഹാസ് ദ സെയിം ഫേറ്റ്. എല്ലാവർക്കും ഒരേ വിധിയാണുള്ളത്. അതായത് എല്ലാവരും അവസാനം മരിക്കും. സോ ഡെത്ത് ഈസ് കാൾഡ് എ ലെവലർ. അതുകൊണ്ട് തന്നെ മരണത്തെ വിളിക്കുന്നു എന്ത്? ലെവലർ, നിരപ്പാക്കുന്നയാൾ അല്ലെങ്കിൽ സമമാക്കുന്നയാൾ എന്ന പേരിലാണ് മരണം അറിയപ്പെടുന്നത്. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ ഒരു കവിതയുമായി ബന്ധപ്പെട്ട് ഈ ഒരു കവിതയുടെ അപ്രിസിയേഷൻ, അതുപോലെ തന്നെ ഈ ഒരു കവിതയിൽ നിന്ന് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ പരിചയപ്പെടാം. ദെൻ അവസാനമായിട്ട് മറ്റൊരു കാര്യം, ഈ ഒരു കവിതയെ, ഡെത്ത് ദ ലെവലർ എന്ന ഈ ഒരു കവിതയെ നമുക്ക് ഫ്യൂണറൽ സോങ് ആയിട്ടും പറയാം. അതായത് വിലാപകാവ്യം എന്ന അർത്ഥത്തിലും പറയാം. അതായത് മരണവുമായി ബന്ധപ്പെട്ട്, മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു കവിത ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഫ്യൂണറൽ സോങ് എന്ന അർത്ഥത്തിലും, അതായത് വിലാപകാവ്യം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്.